സൈക്കോളജിയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ രണ്ട് വ്യക്തികളാണ് വില്യം വൂണ്ട് ആൻഡ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇവരുടെ രണ്ടുപേരുടെയും വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആദ്യം നമുക്ക് വില്യം വൂണ്ടിനെ കുറിച്ച് നോക്കാം. സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. അതുപോലെ തന്നെ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ ഫാദർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കാരണം 1879 ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിൽ സൈക്കോളജിക്ക് വേണ്ടി മാത്രമായി ഒരു ലബോറട്ടറി സ്ഥാപിക്കുന്നത് വില്യം വൂണ്ടാണ്. അതുപോലെ തന്നെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്, ആത്മപരിശോധനാ രീതിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നതും വില്യം വൂണ്ടാണ്. എന്താണ് ഈ ആത്മപരിശോധനാ രീതി എന്ന് പറയുന്നത്? ഒരാൾ അയാളെ കുറിച്ച് തന്നെ നടത്തുന്ന ഒരു വിവരശേഖരണമാണ് ആത്മപരിശോധനാ രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനെ പരിചയപ്പെടാം. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് സൈക്കോ അനലറ്റിക് തിയറി എന്ന് പറയുന്നത്. ആ തിയറിയെ നമുക്ക് 3 രീതിയിൽ തിരിക്കാനായിട്ട് പറ്റും. ആദ്യത്തേത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, രണ്ടാമത്തേത് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, മൂന്നാമതായിട്ട് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അതായത് വില്യം വൂണ്ട് പറയുന്നത് സൈക്കോളജി മെയിൻ ആയിട്ടും കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നാണ് വില്യം വൂണ്ട് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് അങ്ങനെയല്ല. സൈക്കോളജിയിൽ നമ്മൾ പ്രധാനമായും അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. കാരണം അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന നമ്മുടെ ഡിസയേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് രണ്ടുപേരുടെയും തിയറികൾ തമ്മിലുള്ള, അതല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ഇവരെ മറന്നു പോവില്ലല്ലോ.